ഹായ് ഡാ, സുഖമാണല്ലോ അല്ലേ? അപ്പം നമ്മുടെ അമ്മൂസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മുടെ കർക്കിടകമൊക്കെ കഴിഞ്ഞു, ചിങ്ങം തുടങ്ങി, നമ്മുടെ വ്രതമൊക്കെ കഴിഞ്ഞു, നമ്മളിതാ മീൻകറിയൊക്കെ വെക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്തേക്കണേ. അപ്പം നമ്മൾ ഇന്ന് വെക്കാൻ പോകുന്നത് നമ്മുടെ പാമ്പാട മീനാണ്. ഞാൻ നേരത്തെ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മീൻ കറി വെക്കുന്നത്. ഇത് ആലപ്പുഴയിലൊക്കെ തളയെന്ന് പറയും. നിങ്ങളൊക്കെ എന്താ പറയുക ഈ മീൻ? അപ്പോൾ നമ്മൾ മീനൊക്കെ വെട്ടിക്കഴുകി റെഡിയാക്കി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇത് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൾറെഡി നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ നമ്മളിതാ കുടംപുളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മുറി തേങ്ങ ഉണ്ടായിരുന്നു. അതിലേക്ക് ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമ്മൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ അരയ്ക്കുന്നത്. അതിന് മുമ്പ് നമ്മളിതാ മീനിലേക്ക് കുറച്ച് ഉപ്പിടുന്നുണ്ട്. കഴുകി റെഡിയാക്കി വെച്ച മീൻ ചട്ടിയിലേക്ക് ആക്കിയിട്ട് കുറച്ച് ഉപ്പിട്ടു. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുളിയും അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതെല്ലാം കൂടെ കുറച്ച് ചുവന്നുള്ളി കുറച്ച് കൂടുതലിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. അപ്പോൾ നമ്മളിതെല്ലാം കൂടി അതിലേക്ക് ചട്ടിയിലേക്ക് തന്നെ മീനിൻ്റെ കൂടെ തന്നെ ഇതെല്ലാം കൂടി ചേർക്കുവാണ്. ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ. നിങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയണേ. പിന്നെ നമ്മൾ തേങ്ങ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ആദ്യം മുളക് പൊടി ചേർത്തത് കാണിക്കാഞ്ഞതേ, പാത്രം എടുത്തപ്പോൾ അതിനകത്ത് മുളക് പൊടി ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെയാണ് ചേർത്തിട്ട് അരച്ചത് കേട്ടോ. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ല ഫൈനായിട്ട് നല്ല രീതിയിൽ അരച്ചെടുക്കുക. അരച്ചിട്ട് നമുക്കതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഈ രണ്ടാമത് മുളക് പൊടി അതിനകത്ത് കിടക്കുന്നത് കണ്ടോ. ആദ്യം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞ് കുറച്ചും കൂടി ഇട്ടതാണ് കേട്ടോ. 1 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഞാനിത് കൈ കൊണ്ട് തന്നെയാണ് ഒന്ന് മിക്സ് ചെയ്തത് കേട്ടോ. ഒന്ന് അരപ്പൊന്ന് എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് അടുപ്പത്ത് വെച്ച് പറ്റിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ എന്താ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഇതിനകത്ത് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടാണ് അടുപ്പത്ത് വെച്ചിട്ട് മൂടി വെച്ച് നന്നായിട്ട് വറ്റിച്ചെടുക്കുക. ഒരുപാട് വറ്റിക്കുന്നില്ല, നമുക്ക് ചാറായിട്ടാണല്ലോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ മൂടി വെച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പം നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പം നമുക്കത് തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇപ്പോൾ ഈ ക്യാമറ ഇതുവഴിയൊക്കെ പോകുന്നതേ, ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് ഒരു കൈ കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ക്യാമറ മൂവ് ചെയ്ത് പോകുന്നത്. തവി എടുക്കാൻ പോയതാണ് ആ സമയത്ത് അങ്ങനെ കണ്ടത്. അപ്പോൾ ഇതാ നമ്മളിത് അതൊന്ന് ഇളക്കി കൊടുക്കുന്നത്. ഇളക്കുമ്പം കുത്തി ഇളക്കരുതേ, ഇത് ഉടഞ്ഞു പോകും ഈ മീനൊക്കെ. അപ്പോൾ ഇതാ ചെറുതായിട്ട് അതിൻ്റെ നടുക്കൊന്ന് തവിയിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ കുറച്ച് നേരം കൂടി അതൊന്ന് മൂടി വെച്ച് തിളപ്പിക്കണം. അത് കഴിയുമ്പം കറി അത്യാവശ്യം മീനൊക്കെ വെന്ത് അത്യാവശ്യം നല്ലത് ഈ ഒരു പരുവത്തിന് കുറുകി വന്നു കഴിയുമ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് ഞാനിതിലേക്ക് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് കേട്ടോ. കടുക് താളിച്ച് ഒഴിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കടുക് താളിച്ച് 2 ഉള്ളിയും കൂടെ കരിഞ്ഞ് മൂപ്പിച്ച് ചേർക്കാം. അങ്ങനെ ചേർക്കുന്നവരും ഉണ്ട്. എനിക്ക് പക്ഷേ ഇങ്ങനെ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പാമ്പാട തേങ്ങ അരച്ച കറി റെഡി ആയിട്ടുണ്ട്. ഇപ്പുറത്ത് നമ്മൾ 2-3 പീസ് വറക്കാനും വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. താങ്ക്